അമേരിക്കൻ പൊളിറ്റിക്സിനെ കീഴ്മേൽ മറിച്ച വാട്ടർഗേറ്റ് സ്കാൻഡൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടു നോക്കൂ. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൂ വെർ awarded the Nobel Prize in Medicine in 2024 for their ground-breaking work on the discovery of microRNA. സോ മൈക്രോ ആർ എൻ എയുടെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറിയാണ് നൊബേൽ പ്രൈസ് ഇൻ മെഡിസിൻ കിട്ടിയത്. ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് ചോദ്യം. ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? വിക്ടർ ആംബ്രോസ് ആൻഡ് ഗാരി റൂഫ്കൂൻ. സോ ആംബ്രോസ് ആൻഡ് റൂഫ്കൂൻ, ഈ പേര് ഓർത്ത് വയ്ക്കുക. ആംബ്രോസ് ആൻഡ് റൂഫ്കൂൻ മെഡിസിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആൻഡ് മൈക്രോ ആർ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് തന്നെയുണ്ട്. ആർ എൻ എ മോളിക്യൂൾസിൻ്റെ സ്മോൾ ആർ എൻ എ മോളിക്യൂൾസ് ആണ്. ആൻഡ് അവരുടെ ഫംഗ്ഷൻ എന്താണ്? ജീൻ എക്സ്പ്രഷൻ ആണ് അവരുടെ ഫംഗ്ഷൻ. എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഗവേണിംഗ് ഹൗ ജീൻ ആക്ടിവിറ്റി ഈസ് റെഗുലേറ്റഡ്. സോ ദാറ്റ് ഈസ് മൈക്രോ ആർ എൻ എ. മെഡിസിൻ നൊബേലിനെ നമ്മൾ വേറെ പേരും കൂടി പറയും. ദാറ്റ് ഈസ് നൊബേൽ പ്രൈസ് ഇൻ ഫിസിയോളജി. നൊബേൽ പ്രൈസ് ഇൻ ഫിസിയോളജി, നൊബേൽ പ്രൈസ് ഇൻ മെഡിസിൻ, ഇതെല്ലാം സെയിം തന്നെയാണ്. സോ പേര് ഒന്നുകൂടി ഒന്ന് ഓർക്കുക. ആംബ്രോസ് ആൻഡ് റൂഫ്കൂൺ. ആംബ്രോസ് ആൻഡ് റൂഫ്കൂൺ മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോമിനന്റ് സൗത്ത് കൊറിയൻ ഓഥർ ഹു ഹാസ് വൺ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 2024. സോ അടുത്ത ക്വസ്റ്റ്യൻ നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് ആണ് ചോദ്യം വന്നിരിക്കുന്നത്. ഈവൻ ഓഥർ എവിടുത്തെ ആളാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് സൗത്ത് കൊറിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് പേര് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പേര് ഹാൻ കാങ്. സോ ഹാൻ കാങ് എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം എ കൊറിയൻ ഹാസ് റിസീവ്ഡ് എ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. സോ ഇതിനു മുമ്പ് ഒരു കൊറിയന് ഇതുവരെ ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല. സോ ഇവരുടെ ഒരു വളരെ ഫേമസ് ആയിട്ടൊരു നോവലുണ്ട്, ദ വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. അത് ട്രാൻസ്ലേഷൻ ഓഫ് ദിസ് നോവൽ, ദ വെജിറ്റേറിയൻ, ഹർ മേജർ ഇൻ്റർനാഷണൽ ബ്രേക്ക് ത്രൂ ഹാഡ് ലെഡ് ടു ഹർ വിന്നിംഗ് ദി മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് ഇൻ 2016. സോ ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ക്വിസിൽ എടുത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ വീഡിയോ സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ്. സോ 2016 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഹാൻ കാങ്ങിൻ്റെ നോവലാണ്. ഇത് ഇപ്പം ഇവർക്ക് കിട്ടിയിരിക്കുന്നത് നൊബേൽ പ്രൈസാണ്. നൊബേൽ പ്രൈസ് ഏതാണ്? 2024 ലിറ്ററേച്ചർ. ഹാൻ കാങ് ലേഡിയാണ്, സൗത്ത് കൊറിയനാണ്. Next question, which Japanese organization won the Nobel Peace Prize in 2024 for its efforts as a grassroots movement of atomic bomb survivors from Hiroshima and Nagasaki? സോ നൊബേൽ പീസ് പ്രൈസ് 2024 ആർക്ക് കിട്ടിയെന്നാണ് ചോദ്യം. അവരുടെ എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആറ്റമിക് ബോംബ് സർവൈവേഴ്സിനുള്ള ഒരു ഗ്രാസ് റൂട്ട്സ് മൂവ്മെൻ്റ് ആണ് അവരുടെ ഒരു ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അതിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. അതിൻ്റെ പേരാണ്, ജാപ്പനീസ് നെയിം ഈസ് നിഹോൺ ഹിദൻ ക്യോ. നിഹോൺ ഹിദൻ ക്യോ എന്നാണ് ഈ നൊബേൽ പീസ് പ്രൈസ് 2024 ഈ ഓർഗനൈസേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരും കൂടിയുണ്ട്, ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് എ ആൻഡ് എച്ച് ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻ. സോ ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് എ ആൻഡ് എച്ച് ബോംബ്സ് എന്ന് പറയുന്നതാണ് ഓർഗനൈസേഷൻ്റെ ഒരു ഇംഗ്ലീഷ് നെയിം. ജാപ്പനീസ് നെയിം നോക്കിക്കഴിഞ്ഞാൽ നിഹോൺ ഹിദൻ ക്യോ എന്നുള്ളതാണ്. സോ ദിസ് വാസ് ഫോംഡ് ഇൻ 1956. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ടോക്കിയോയിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ലോബീസ് ദി ജാപ്പനീസ് ഗവൺമെൻറ് ഫോർ ഇംപ്രൂവ്ഡ് സപ്പോർട്ട് ഓഫ് ദി വിക്ടിംസ് ആൻഡ് ഗവൺമെൻറ്റ്സ് വേൾഡ് വൈഡ് ഫോർ ദി അബോളിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. സോ ന്യൂക്ലിയർ വെപ്പൺസ് അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. സോ ജാപ്പനീസ് ഗവൺമെൻറ്റിനെ നിർബന്ധിക്കുന്നുണ്ട്, ലോബി ചെയ്യുന്നുണ്ട് ദാറ്റ് ഈ വിക്ടിംസിനെല്ലാം തന്നെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീസെൻ്റ്ലി ഇനോഗ്രേറ്റഡ് ദ ബഞ്ചാര വിരാസത്ത് മ്യൂസിയം ദറ്റ് സെലിബ്രേറ്റ്സ് എ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ദ ബഞ്ചാര കമ്മ്യൂണിറ്റി ഈസ് ലൊക്കേറ്റഡ് ഇൻ. സോ ബഞ്ചാര വിരാസത്ത് മ്യൂസിയം എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഏതാ സ്ഥലം? പൊഹാർ ദേവി എന്ന് പറയുന്ന സ്ഥലത്ത്. പൊഹാർ ദേവി ഇൻ മഹാരാഷ്ട്രയിലാണ് ബഞ്ചാര വിരാസത്ത് മ്യൂസിയം വരുന്നത്. ഈ പൊഹാർ ദേവി എന്ന് പറയുന്ന സ്ഥലത്ത് ദിസ് ഇസ് ഓൾസോ റെഫേർഡ് ടു ആസ് ദി കാശി ഓഫ് ദി ബഞ്ചാര കമ്മ്യൂണിറ്റി. സോ ബഞ്ചാര കമ്മ്യൂണിറ്റിയുടെ കാശിയായിട്ടാണ് പൊഹാർ ദേവി എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത്. ബഞ്ചാര കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണ്? ദേ ആർ നൊമാഡിക് കമ്മ്യൂണിറ്റി. ഹിസ്റ്റോറിക്കലി ഒരു നൊമാഡിക് കമ്മ്യൂണിറ്റിയാണ് എന്ന് മാത്രമല്ല ഇവർക്ക് വേറെ ചില പേരുകളുണ്ട്. അത് ചിലപ്പം ഫെമിലിയറായിട്ട് തോന്നുമായിരിക്കും. ലംബാഡി അഥവാ ലബന എന്നും കൂടി ഇവരെ ബഞ്ചാര ട്രൈബ്സിനെ പറയാറുണ്ട്. ലംബാഡി ഡാൻസ്, ഫോക്ക് ഡാൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിയായിരിക്കും ലംബാഡി ഡാൻസ് എന്ന് പറയുന്നത്. സോ ലംബാഡി ഡാൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് ബഞ്ചാര ട്രൈബ്സിൻ്റെ ആണെന്നുള്ളത്. സോ അതിന് കാരണം ഇത് തന്നെയാണ്, ബിക്കോസ് ബഞ്ചാരയുടെ മറ്റൊരു പേരാണ് ലംബാഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അവരുടെ ലാംഗ്വേജ് ഈസ് ഓൾസോ നോൺ ആസ് ഗോർബലി, ഗോർ മതിബോലി ഓർ ബ്രഞ്ചാരി. ഇങ്ങനെ 3 പേരുകളിൽ അറിയപ്പെടുന്നതാണ്
Banjara language. Next question. The Union Cabinet has approved the development of National Maritime Heritage Complex at. So National Maritime Heritage Complex ആണ് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് അത് അപ്രൂവ് ചെയ്തിരിക്കുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണൽ മാരിടൈം കോംപ്ലക്സ് എവിടെയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഇൻ ലോത്തൽ, ഗുജറാത്ത്. എന്താണ് ലോത്തലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ഇൻഡസ് വാലി സൈറ്റ് ആണ് ആൻഡ് ഇറ്റ്സ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഓൺ ദി ഗൾഫ് ഓഫ് ഖമ്പത്ത് അഥവാ ക്യാമ്പെ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ ലോത്തൽ വരുന്നത്, ഗുജറാത്ത്. ആൻഡ് ലോത്തൽ ഈസ് ഓൾസോ കൺസിഡർ ടു ഹാവ് ദി വേൾഡ്സ് ഏർലിയസ്റ്റ് നോൺ ഡോക്യാർഡ്. സോ നേരത്തെ ഒരു ഡോക്യാർഡ് അവിടെ ഉള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അവിടെയാണ് നാഷണൽ മാരിടൈം ഹെറിറ്റേജ് വരാൻ പോകുന്നത്, ലോത്തൽ, ഗുജറാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീസെൻ്റ്ലി ഇനോഗ്രേറ്റഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് എയിംഡ് അറ്റ് എൻഹാൻസിങ് യൂത്ത് എംപ്ലോയബിലിറ്റി ഈസ് ലൊക്കേറ്റഡ് അറ്റ്. സോ എന്താണ് ചോദ്യം? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ആണ്. എവിടെയാണ്? എന്താണ് ഉദ്ദേശം? യൂത്ത് എംപ്ലോയബിലിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് എവിടെ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? സോ ദാറ്റ് ഈസ് ഇനോഗ്രേറ്റഡ് അറ്റ് മുംബൈയിലാണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ എ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് PPP മോഡൽ. ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് എ കൊളാബറേഷൻ ബിറ്റ്വീൻ ദ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ടാറ്റ IIS. സോ ഇത്രയും പേര് ചേർന്നിട്ടാണ്, ഇത്രയും പേരുടെ കൊളാബറേഷനാണ്, ഇത്രയും ഓർഗനൈസേഷൻ്റെ കൊളാബറേഷനാണ് ഈ പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ആൻഡ് PPP മോഡലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇസ് ഓൾ സെറ്റ് ടു ബിക്കം ബീഹാർസ് സെക്കൻഡ് ടൈഗർ റിസർവ്? സോ ബീഹാറിൻ്റെ സെക്കൻഡ് ടൈഗർ റിസർവ് ആയിട്ട് ആവാൻ പോകുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണെന്നുള്ളതാണ് ചോദ്യം. നേരത്തെ ഒരു സെഷനിൽ നമ്മൾ കണ്ടതാണ് അരുണാചൽ പ്രദേശിലെ ടൈഗർ റിസർവ് ഏതാണെന്നുള്ളത്. ദ ക്വസ്റ്റ്യൻ നൗ ഈസ് ബീഹാർസ് ടൈഗർ റിസർവ്. അരുണാചൽ പ്രദേശിലെ ടൈഗർ റിസർവ് ഓർക്കുന്നുണ്ടോ? സോ ലെറ്റ് us see this one. ബീഹാർസ് സെക്കൻഡ് ടൈഗർ റിസർവ് ഏതാണ്? ദാറ്റ് ഈസ് കൈമൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. സോ കൈമൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ഗോയിങ് ടു ബി ബീഹാർസ് സെക്കൻഡ് ടൈഗർ റിസർവ്. സോ ഒബ്വിയസ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ടൈഗർ റിസർവ് ഏതാണ്? അൺടിൽ നൗ വാൽമീകി ടൈഗർ റിസർവ് വാസ് ദി ഓൺലി ടൈഗർ റിസർവ് ഇൻ ബീഹാർ. ആൻഡ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ നേപ്പാൾ ബോർഡർ. ടൈഗർ റിസർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ നോട്ടിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഏതാ ഇയർ? 1972 എന്ന് ചോദിക്കാം. ഓക്കെ. ഓൺ അഡ്വൈസ് ഓഫ് ദി, നമ്മൾ നേരത്തെ കണ്ടതാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. സോ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അഡ്വൈസിൽ അണ്ടർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്നതാണ് ഈ ടൈഗർ റിസർവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ റിസീവ് ദ നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഇൻ 2024? എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ? ഫോർ ദർ ഫൗണ്ടേഷണൽ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് ഓഫ് ദാറ്റ് അഡ്വാൻസ്ഡ് ദ ഫീൽഡ് ഓഫ് മെഷീൻ ലേണിംഗ് ത്രൂ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. സോ മെഷീൻ ഫീൽഡിങ്ങിലുള്ള അഡ്വാൻസ്മെൻ്റ് ആണ് ഈ ഫിസിക്സിലുള്ള നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? ജോൺ ജെ ഹോപ്ഫീൽഡ് ആൻഡ് ജെഫ്രി എ ഹിൻറ്റൺ. അപ്പം ഹോപ്പ് ആൻഡ് ഹിൻ നമുക്ക് ഓർക്കാം അല്ലേ? ഹോപ്പ് ആൻഡ് ഹിൻ രണ്ട് പേർക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് കിട്ടിയിരിക്കുന്നത്. മെഡിസിൻ നമ്മൾ എന്താ പറഞ്ഞത്? ഫിസിയോളജിയാണ്. ദിസ് വൺ ഇസ് ഫിസിക്സ്. ഓക്കെ. സോ ദ ലോററ്റ്സ് ഹാവ് എക്സ്പെരിമെൻറ്റഡ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫ്രം ദി 1980s ഓൺവേർഡ്സ്. സോ 1980s മുതലേ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. So machine learning using artificial neural networks was originally inspired by the structure of the brain. So structure of the brain ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ് മെഷീൻ ലേണിങ്ങിൽ ഇങ്ങനെ ഒരു ടെക്നിക്ക് കൊണ്ടുവരുന്നത്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് കൊണ്ടുവന്നിട്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു WHO, വിച്ച് കൺട്രി ഹാസ് എലിമിനേറ്റഡ് ട്രക്കോമ ആസ് എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം? സോ ട്രക്കോമ ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു. ആൻഡ് ദ പർട്ടിക്കുലർ കൺട്രി ഹാസ് എലിമിനേറ്റഡ് ഇറ്റ്. ഏതാണ് ആ കൺട്രി? ഇന്ത്യ. So India becomes the third country in the WHO Southeast Asian region to achieve this milestone after Nepal and Myanmar. So നേപ്പാളും മ്യാൻമറിനും ശേഷം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് വരുന്നത്. സോ ഇന്ത്യ ഹാസ് ഓൾസോ എലിമിനേറ്റഡ് ട്രക്കോമ. ഇനി ട്രക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ദാറ്റ് എഫക്ട്സ് ദി ഐ. സോ കണ്ണിന് വരുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ട്രക്കോമ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് കോസ്ഡ് ബൈ ദി ബാക്ടീരിയം ക്ലമീഡിയ ട്രക്കോമാറ്റിസ് ആൻഡ് ദിസ് ഇസ് കണ്ടേജിയസ്. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. കണ്ടേജിയസ് ആണ്. ആൻഡ് ഈഫ് ലെഫ്റ്റ് അൺട്രീറ്റഡ് ഇറ്റ് കോസസ് ഇറിവേഴ്സിബിൾ ബ്ലൈൻഡ്നെസ്. ആൻഡ് ദിസ് ഇസ് ക്ലാസിഫൈഡ് ആസ് എ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ്. ഒരു നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് താങ്ക്ഫുള്ളി ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത്? എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. Now coming to the last question, name the latest book penned by the journalist Bob Woodward. And Bob Woodward പ്രത്യേകത എന്താണ്? He is known for uncovering the Watergate scandal. So Bob Woodwardന്റെ latest book ഏതാണെന്നാണ് ചോദ്യം. latest book ഏതാണ്? War. And this is Bob Woodward's fourth book and this is focused on
Donald Trump and aims at providing a behind-the-scenes look into Trump's political maneuverings and relationship. അതായത് ട്രംപിൻ്റെ ഒരു ക്രിട്ടീക്കായിട്ടാണ് ഈ ഒരു ബുക്ക് വരുന്നത്. ബിഹൈൻഡ് ദ സീൻസ് ആണ്. ട്രംപിൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പും പ്രൊഫഷണൽ റിലേഷൻഷിപ്പും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഒരു മെൻഷൻ ഉണ്ട്. ഇനി വാട്ടർഗേറ്റ് സ്കാൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് വാസ് എ മേജർ പൊളിറ്റിക്കൽ സ്കാൻഡൽ ഇൻ ദ US ഇൻവോൾവിംഗ് പ്രസിഡന്റ് റിച്ചർഡ് നിക്സൺ which ultimately led to Nixon's resignation in 1974. So ഈ സ്കാൻഡൽ കാരണം 1974 പ്രസിഡന്റ് റിച്ചർഡ് നിക്സണിന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അതാണ് ഈ വാട്ടർഗേറ്റ് സ്കാൻഡൽ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വാസ് അൺകവേർഡ് ബൈ ദിസ് മാൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേരാണ്? ബോബ് വുഡ്വേർഡ്. അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് വാർ എന്ന് പറയുന്ന ബുക്ക്. ആൻഡ് വാർ ഇസ് അബൌട്ട് ഡൊണാൾഡ് ട്രംപ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്